പണ്ടൊരു ആശാരി ഒരു വീട്ടിൽ പണിക്ക് വന്നു. അപ്പോൾ ഒരു ദിവസം കപ്പളങ്ങയല്ലേ, നമ്മൾ ഓമക്ക, കപ്പളങ്ങ, പപ്പായ എന്ന് പറയണേ, അതുകൊണ്ട് ഉപ്പേരി, അതുകൊണ്ട് ചാറ് കറി. പിറ്റേ ദിവസം അതുകൊണ്ട് അവിയൽ, അതുകൊണ്ട് പയറിട്ടിട്ടുള്ള കറി, അങ്ങനത്തെ കറികളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആശാരിക്ക് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, വീടിൻ്റെ തെക്ക് ഭാഗത്തെ ഓമക്ക മരം അത് ദോഷം ചെയ്യും, പെട്ടെന്ന് മുറിച്ചോളണം എന്ന് പറഞ്ഞാൽ വീട്ടിലെ ചേട്ടനോട്. ചേട്ടൻ അപ്പോൾ തന്നെ മുറിച്ച് കളഞ്ഞു. അപ്പോൾ പിന്നെ ആശാരിക്ക് സാമ്പാർ, ടൗണിൽ നിന്ന് വാങ്ങുന്ന ക്യാബേജ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് കറികളൊക്കെ ആയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശാരി കാണിച്ചൊരു ട്രിക്കാണത്. അതുപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായവരൊക്കെ കുറേ ദിവസം അഡ്മിറ്റ് ആകുമ്പോൾ പതുക്കെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പറിച്ച് കഴിക്കും. അപ്പോൾ അവിടെ നിന്നൊരു പപ്പായ മരം കണ്ടു മെഡിക്കൽ കോളേജിൻ്റെ ബാക്ക് സൈഡിൽ. ആ പപ്പായ മരത്തിൽ നിന്ന് നല്ലൊരു പപ്പായ പറിച്ച് ഒരാൾ കഴിക്കുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അയ്യോ ഇത് ഭയങ്കര വിഷമാണ്, ഇത് കഴിക്കരുതെന്ന്. ഡോക്ടർ പറയേണ്ട കാരണം എന്താണെന്നറിയോ? അതാ മാലിന്യക്കൂമ്പാരത്തിലുണ്ടായ പപ്പായ, അത് അബ്സോർവ് ചെയ്യുന്ന മുഴുവൻ മാലിന്യങ്ങളായിരിക്കും, അത് കഴിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവസാനം എന്ത് ചെയ്തു, ആ നാട്ടുകാരൻ അയാളുടെ നാട്ടിൽ പോയിട്ട് മീറ്റിങ്ങുകൾ വിളിച്ച് അയൽക്കൂട്ടങ്ങളിലൊക്കെ പറഞ്ഞ് ആ നാട്ടിൽ, ആ ജില്ലയിലെ തന്നെ മിക്ക പപ്പായ മരം അയാൾ ഇല്ലാതാക്കി. അപ്പോൾ ഓരോന്ന് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് വരുന്നത്. നമ്മളിത് മനസ്സിലാക്കാതെ ഓരോന്ന് ചെയ്യും. ഇപ്പം നിങ്ങൾ ഇന്ന് ക്ലാസ്സിൽ പോയതിനേക്കാൾ സന്തോഷമല്ലേ നിങ്ങൾക്ക് ഇന്ന് ഈ നാട് ചുറ്റി കണ്ടപ്പോൾ ഉണ്ടായത്?